ബ്ലോക്കിൻ്റെ അവിടുത്തെ കൃഷിഭവനിൽ നമ്മൾ സിറ മിളക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഹൈബ്രിഡ് തൈകൾ. ഇപ്പോൾ നോക്കിയത് മുട്ട് ഇടാറായി കണ്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ നുള്ളി ശരിയാകുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് നുള്ളണം, നുള്ളി കഴിഞ്ഞാലാണ് ഇളവര്. അപ്പോൾ നമുക്ക് അടുത്ത മുളക് കാണാം. നമ്മൾ മാങ്ങാനാറിയുടെ തല നുള്ളിയപ്പോൾ കുറേ ഇള വന്നിട്ട് പൂവുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഈ മിളക് അന്ന് വെച്ച ആ മിളകിൻ്റെ തന്നെ, അപ്പോൾ നേരത്തെ കാണിച്ച മിളകിൻ്റെ കൂട്ടത്തിലുള്ള, അപ്പോൾ അതിൻ്റെ തല നുള്ളിയപ്പോൾ അതിൻ്റെ എല്ലാ ഇളയെന്നും ഇതേ പൊടിപ്പ് വരുന്നു കണ്ട. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പച്ചമുളകിൻ്റെ തല ഒരടി ഉയരമുള്ള കണ്ട, ഒരടി ഉയരം വരുമ്പോൾ നമുക്ക് നുള്ളി കളയാട്ടാ. അപ്പോൾ നമ്മൾ ഇത് നുള്ളുകയാണ് കണ്ട, ഇത് നുള്ളണു. ഇനി നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കൂട്ടോ. അപ്പോൾ ഇങ്ങനെ നുള്ളിയാൽ മതി. ഇനിയിപ്പോൾ നഖം വെച്ച് നുള്ളാൻ ബുദ്ധിമുട്ടുള്ളവർ വല്ല കത്തര കൊണ്ട് വെട്ടിയാലും മതി. ഇപ്പോൾ മുട്ടുള്ള കാരണം ഞാൻ അത് നുള്ളണില്ല, ഇത് നുള്ളിട്ടാ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള തൈകളൊക്കെ നുള്ളി ഒരെണ്ണം മാത്രമേ നുള്ളാതെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വെച്ചതാണ് ഈ തക്കാളിക്ക് അന്ന് വെക്കുമ്പോൾ 3 ഇല ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1, 2, 3 ഇലയായിരുന്നു. ഇപ്പോൾ ഇതേ ഇത്രയും ഭംഗിയായി തക്കാളി കണ്ട. തക്കാളി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടിട്ടാ കണ്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് തക്കാളി, ഇതെല്ലാം ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ പരീക്ഷണാർത്ഥം ഒരു തൈ ഒരിള നുള്ളു കണ്ട, ഒരിള നുള്ളു. അപ്പോൾ ഇതിൻ്റെ ഇള വരുന്നതനുസരിച്ച് നമ്മൾ ബാക്കി എല്ലാവരും നുള്ളു. ഇപ്പോൾ ചീരയൊക്കെ നമ്മളിങ്ങനെ നുള്ളി കഴിഞ്ഞാൽ ഇതുപോലെ ഇള നിറച്ച് വരും. അപ്പോൾ അങ്ങനെ ചെയ്തപോലെ തന്നെ ചീര മാറ്റി നടേണ്ട സമയമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇതിൻ്റെ കട എത്ര നനഞ്ഞിട്ടാണ് കിടക്കണമെന്ന് അറിയുക കണ്ട. നനഞ്ഞ മണ്ണാണ്, പക്ഷേ വെയിലിൻ്റെ ചൂടുകൊണ്ടേ മുളക് ഇങ്ങനെ വാടിയ പോലെയാണ്. അത് റിക്കവർ ആയിക്കോളൂ. ഈ മിളകിൻ്റെ തല ഞാൻ നുള്ളിയതല്ല, ഇതെന്താണ്ടായിച്ച ഒരു ചെറിയ തൈ ഉണ്ടായിരുന്നു, അതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. ആ ചെരിഞ്ഞ് കിടന്നതിൻ്റെ എല്ലാ കമ്പൊന്നും ഇള പുതിയത് പൊട്ടി കണ്ട. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്തതല്ല. അപ്പോൾ അങ്ങനെ ചെരിച്ച് വെച്ചാലും വരും. വീണ് കിടക്കണ മിളകൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിനൊക്കെ ഇങ്ങനെ കിടന്നോടത്തുനിന്ന് ഇള വരും. ചീര പറിച്ച് നടാമെന്ന് പറഞ്ഞില്ല കണ്ട. ചീര പറിച്ച് നട്ടിട്ട് തണൽ കൊടുത്തു. അതെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചീരത്തൈ അവിടെ ഇവിടെയൊക്കെ പറമ്പിലുണ്ടെങ്കിൽ പറിച്ച് നടാം. ഇങ്ങനെ നട്ടാലാണ് ഇനി അത് ചനച്ച് വരിക. അപ്പോൾ ചീരയുടെ തലയും ഞാൻ നുള്ളുക കേട്ടോ ഉണ്ട്. അപ്പോൾ ഇതിന് ചനച്ച് വരും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ കേട്ടോ.